ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ എൻ്റെ ഫാമിലിയോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ എങ്ങനെ ലാഭം ഉണ്ടാക്കിയെന്നല്ല, ഞാൻ എങ്ങനെ നഷ്ടം ഉണ്ടാക്കിയെന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ ഈ വീഡിയോസ് അല്ലെങ്കിൽ ചാനൽസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും പഠിച്ച് സ്വന്തമായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കാന്നുള്ളൊരു രീതിയിൽ, ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു മിസ്റ്റേക്ക് പറയണ്ടേ? ഉറപ്പായിട്ടും പറയണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനും എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യം പഠിക്കാനും പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്തൊരു ട്രേഡ് അതെങ്ങനെ നഷ്ടത്തിലോട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയി കാണാം. ഇത് HFCL ചാർട്ടാണ്, വീക്കിലി ടൈം ഫ്രെയിം. ഇതിനകത്ത് എനിക്ക് നഷ്ടം ഉണ്ടാകാനുള്ള ഒറ്റ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. അതായത് 1 വീക്ക് എന്നുള്ളൊരു ടൈം ഫ്രെയിം, അതല്ല എനിക്ക് നഷ്ടം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ക്ഷമയില്ലായ്മ തന്നെയാണ് എനിക്ക് നഷ്ടം ഉണ്ടാക്കിയത്. ആ വീക്ക് എന്നുള്ളൊരു കാര്യം എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റിയില്ല. ക്ഷമിച്ചിരുന്നിരുന്നെങ്കിൽ എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടായെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നത്തുള്ളൊരു എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു എൻട്രി ആയിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. അതായത് ഒരു ചാനൽ പാറ്റേൺ ആണ് ബ്രേക്ക് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയുന്നത് ഒരു ചാനലിനകത്തൂടെ തന്നെ അതാണ്ട് ഇങ്ങനെയാണ് ഫുള്ള് മൂവ്മെൻറ്റ്. 2001 മുതൽ സംതിങ് മുതൽ ഉണ്ടായൊരു ചാർട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തൊരു ചാർട്ട് 2002 ഓഗസ്റ്റ് ആ ഒരു സമയം മുതൽ സ്റ്റാർട്ട് ചെയ്തത് ഈ 2022 അല്ലെങ്കിൽ 2021 വരെ ഈ ഒരു ചാനലിനകത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് വോളിയം കൺഫർമേഷൻ ഉണ്ട്, കുഴപ്പമില്ലാത്ത ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ട്. റെഡ് ക്യാൻഡിൽസൊക്കെ വളരെ കുറവാണ്, സെല്ലിംഗ് ഒക്കെ ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ചാർട്ട് കണ്ടത് ഇവിടെങ്ങും അല്ല, ഞാനവിടെ ഒരു എൻട്രി എടുക്കണമെന്ന് ഒരു മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. ഞാൻ കണ്ടത് ഈ ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പം ഇത് ബ്രേക്ക് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതാണ്ട് ഇവിടെ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 1 വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി, ഇത്രയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ നമ്മുടെ തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എപ്പോഴും ഉണ്ട്. ഞാൻ വീഡിയോ ഇടയ്ക്ക് തന്നെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു, എന്നാൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പം അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാനോ ഒന്നും ഞാനിവിടെ കാണത്തില്ല, ഷെയർ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതിന്. ഈ ഒരു ട്രേഡിൽ എനിക്ക് നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ള ട്രേഡുകളിൽ കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റി. ഈ ഒരു ട്രേഡിൽ നഷ്ടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ ചേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റിയത്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ പോലെ നമുക്കൊരു പാറ്റേൺ നമുക്ക് കാണാം. ഞാൻ കയറിയത് ഒരു 78 പോയിൻറ്റ് സംതിങ് രൂപയിലാണ് ഞാൻ കയറിയത്. ഒരു 78 സംതിങ് കയറി. എന്നിട്ട് ഞാനൊരു 1:2 സംതിങ് ആയിരിക്കണം ഞാൻ റിസ്ക് റിവാർഡ് വെച്ചത്. 1:2 ആയിക്കോട്ടെ. ചില ചാർട്ടുകളൊക്കെ നമ്മുടെ ക്ഷമ ഭയങ്കരമായിട്ട് പരീക്ഷിക്കും. എന്നിട്ട് ഞാൻ കയറിയത് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ എന്നിട്ട് ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് ഒരു 68 രൂപ 69 ഞാൻ കയറി എക്സിറ്റ് അടിച്ചു. അതുകൊണ്ട് എന്നിട്ട് പോലും ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു സ്വിങ് ലോയില്ല. എന്നിട്ട് പോലും അത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് പോലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്നിരുന്നെങ്കിലും അതുകൊണ്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതും തൊട്ട് ഇപ്പോൾ ഒരു 100% അടുത്തൊരു 80% മൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ വെയിറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ പോലും അത് എക്സിറ്റ് അടിക്കേണ്ട ഒരു ആവശ്യം അവിടെ വന്നിട്ടില്ല. മനസ്സിലായോ? ഞാൻ അതും ഇതുമെല്ലാം നോക്കി ചാടി ഇറങ്ങി. കാരണം ബോറടിച്ച് മടുത്തിട്ട് എപ്പോഴും നോക്കുന്നു പ്രോഫിറ്റ് ലോസ്. ഇതിനകത്ത് തന്നെ കാണാമല്ലോ, ദാണ്ട് കയറി പോകുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. പക്ഷേ ഞാൻ ചാടി ഇറങ്ങി. അതുകൊണ്ട് എനിക്ക് മാത്രം നഷ്ടമുണ്ടായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാര്യം, വേറൊന്നും കൊണ്ടല്ല. എനിക്കത് കഴിഞ്ഞിട്ട് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ നമുക്കിത് പറഞ്ഞു തരാനൊന്നും വേറെ ആരും ഇല്ലായിരുന്നു. അല്ലാതെ നമ്മളിപ്പോൾ വേറെ കോഴ്സൊന്നും പോയി പഠിക്കുകയൊന്നുമല്ല. ഞാനിപ്പോൾ പഠിക്കുന്ന കാര്യം ഇപ്പം ഞാൻ പഠിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലായല്ലോ, കാരണം ക്ഷമയില്ലായ്മ തന്നൊരതാണ്. കാരണം എനിക്കിത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു പൈസയായിരുന്നു. എന്നിട്ട് ഞാൻ ചാടി ഇറങ്ങിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചുമ്മാ ഒരു ക്ഷമയില്ല, കുറേ നാളായിട്ട് നോക്കി നിൽക്കുന്നല്ലോ പറഞ്ഞെങ്കിൽ ചാടി ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് സെറ്റപ്പ് മാറ്റി. ഇത്രയേ ഉള്ളൂ, ഒന്നുകിൽ ടാർഗറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ്. അതാണ് കീ പോയിൻറ്റ്. ഇതില്ലാതെ ലോകത്ത് എന്തിടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും ഇറങ്ങാൻ പാടില്ല. അത്രയ്ക്ക് വെയിറ്റ് ചെയ്യുക. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
വലിയ കോടീശ്വരന്മാരാകാമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ സ്കാമിലൊക്കെ പോകുന്നതിന് 100% ജെനുവിനായിട്ടുള്ളൊരു മാർഗ്ഗമല്ലേ ഇത്? നല്ലൊരു മാർക്കറ്റ് അപ്പിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു എൻട്രി എടുത്താൽ നിങ്ങൾക്ക് അടിപൊളിയല്ലേ? മനസ്സിലായോ? ഈ വീക്കിലൊക്കെ എടുത്താൽ ഇടയ്ക്കത്തെ ഈ നോയ്സൊക്കെ ഒഴിവാക്കി കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഡെയിലിയിലോ ഏത് ടൈം ഫ്രെയിമിൽ വേണം നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കുക. ഒരു 2 hour 1 hour ഒക്കെ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ക്ഷമ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എത്ര നഷ്ടം ഉണ്ടായെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക, നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രേഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക, ചാർട്ടൊക്കെ വരയ്ക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, ഞാൻ ഇത്രയും എല്ലാ വീഡിയോസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം പറയുന്നുള്ളൂ. കാരണം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ന് നാളെ കുറച്ചൊക്കെ അറിയാവുന്നവർ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ എന്നെപ്പോലെ പറഞ്ഞു തരാൻ ആരും ഇല്ലാത്ത കുറച്ച് പേര് കാണും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.